പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ ബുദ്ധിയിലും അറിവ് നേടുന്നതിലൊക്കെ മുന്നിലാണ്. അതുകൊണ്ട് ഉന്നത വിജയങ്ങൾ നേടും. പക്ഷെ ഒരു കാര്യം കുറവുണ്ട് ഈ കുട്ടികൾക്ക്, ഈ പുതിയ തലമുറയ്ക്ക്. എന്താന്ന് വെച്ചാൽ അത് അറബി പറഞ്ഞ അദബെന്ന് പറയും. അദബെന്ന് പറഞ്ഞാൽ മര്യാദ. ഏറ്റവും കൂടുതൽ മര്യാദ എന്ന് പറയുന്നെങ്കിൽ തന്നെയും അതിനകത്ത് ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള വാക്കാണ്. എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക. ആരെ ബഹുമാനിക്കുക? മാതാപിതാക്കളെ ബഹുമാനിക്കുക, അധ്യാപകരെ ബഹുമാനിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക. അപ്പൊ അതൊക്കെ നമ്മുടെ കുട്ടികളുടെ മനസ്സിലിട്ടുകൊണ്ട് ആ രീതി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. എങ്ങനെ? മാതാപിതാക്കൾ ആരാണ്? പോറ്റി വളർത്തിയതവരാണ്. ഗുരുനാഥന്മാരാരാണ്? വിദ്യ തരുന്നത് അവരാണ്. മൂത്തവർ വാക്കുകൾ എന്താണ്? മൂത്തുപഴുത്ത കനിയാണ്. ബഹുമാനിക്കുക നാം അവരെ ബഹുകേമന്മാരായിടുവാൻ. അപ്പൊ ഇങ്ങനെ കുട്ടികൾക്ക് ആ പ്രായത്തിൽ കൊടുക്കണം. അതായത് വളർന്നു വരുമ്പോൾ, അതായത് കുട്ടി വളർന്നു വന്നിട്ടല്ല ഇതെല്ലാം പഠിപ്പിക്കേണ്ടത്. ചെറുപ്പത്തിലെ വീടുകളിൽ നിന്ന് കൊടുക്കണം. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? ചെറിയ ധാർമ്മിക മൂല്യങ്ങൾ കൊടുക്കണം. അപ്പൊ അതിന് ഓരോന്നൊരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ തന്നെ കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് 3 വയസ്സ് വരെ ആരാ ശരി? സ്വന്തം മാതാവാ ശരി. അവന് അപ്പുറത്തോട്ട് വേറെ ശരി ഇല്ല. 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ശരിയാരാ? ആ കുട്ടിക്ക് അവനെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. അതായത് LKG ടീച്ചർ, അല്ലെ മദ്രസയിൽ ഉസ്താദ്. ഉദാഹരണം, ആ കുട്ടിക്ക് ശരി എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ടീച്ചർ ഒരു വാക്കെഴുതി കൊടുത്തപ്പോൾ കാണാൻ ടീച്ചർക്കൊരു തെറ്റ് പറ്റി. ആപ്പിൾ എന്ന് കഴിയുമ്പോൾ APPLE എന്ന് വേണം, 2 P വേണം. പക്ഷേ ടീച്ചർക്ക് ഒരു P എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിരുന്ന് APLE എന്ന് ഒരു PA വായിക്കുന്നുള്ളു. അപ്പോഴാണ് വിദ്യാഭ്യാസമുള്ള ഉമ്മ ഇറങ്ങി വന്നിട്ട് പറയും, മോനെ 2 P ഉണ്ട് അതിനകത്തെന്ന് പറയും. അപ്പൊ അവൻ പറയുന്നൊരു മറുപടി ഉണ്ട്, ഉമ്മാക്ക് എന്തറിയാം? എന്റെ ടീച്ചർ പറഞ്ഞാന്ന് പറയും. ഉമ്മാക്ക് എന്തറിയാന്ന് അവൻ ചോദിക്കും. അന്ന് പറഞ്ഞ എന്താ? അവന് ശരിയാരാ? ടീച്ചറാണ്. അപ്പൊ മദ്രസയിൽ തന്നെ ആരാണ്? ഉസ്താദാണ്. മനസ്സിലായോ? അപ്പൊ ഇന്ന് ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഓരോ ശരിയുള്ള സമയത്ത് ആ ശരിയുള്ള ഭാഗത്തിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഉമ്മ തന്നെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഒരു കുഞ്ഞിന് മുല കൊടുക്കുമ്പോ തന്നെ കുറെ സുന്നത്തുകളുണ്ട് ആ കുട്ടിക്ക്. അതിനകത്തുനിന്ന് കുറെ അദബുകൾ പഠിക്കാനുണ്ട്. അതായത് കുട്ടിക്ക് മുല കൊടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യമായി ഒന്നു എടുത്തോട് കൊടുക്കണമെന്നാ, ഇരുന്ന് കൊടുക്കണമെന്നാ, വലതെന്ന് കൊടുക്കണമെന്നാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആര് കേൾക്കണം? കുട്ടി കേൾക്കണം. അവസാനം കുടിച്ചു കഴിയുമ്പോഴേ, അല്ല അവസാനം കുട്ടി നിർത്തുമ്പോഴേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയും വേണം. ഇത് ആര് കേൾക്കണം? കുട്ടി കേൾക്കണം. ആ കുട്ടിയെ അപ്പൊ അതാണ് അദബ്. എപ്പൊ എവിടുന്ന് തുടങ്ങി അദബ്? മുല കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഉസ്താദ് പറയുന്നതിൽ നിന്നായിരിക്കും മറ്റുള്ളവർ അറിയുന്നത്. അല്ല ഇത് തന്നെ അല്ല, ഇങ്ങനെ ഓരോരുത്തർ ഉസ്താദ്മാരൊക്കെ പറയുന്ന ഒരുപാട് അറിവുകളുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കണം. അപ്പൊ ഇങ്ങനെയുള്ള അറിവുകൾ കേൾക്കുമ്പോഴാണ് ആ കുഞ്ഞുണ്ടായി മാറി. പിന്നെ ആ കുട്ടി എഴുന്നേക്കുമ്പോ അൽഹംദുലില്ലാഹ് ഉമ്മ പറയുന്നു, ബാപ്പ പറയുന്നു. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? ഉണർന്ന ഉടനെ എന്ത് പറയും? അൽഹംദുലില്ലാഹ്. ഒരു അതബല്ലേ അത്? അതൊക്കെ ഒരു മര്യാദ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉമ്മയും വാപ്പയും ഒളു ചെയ്യുന്ന ആര് കാണുന്നു? ഈ കുട്ടി കാണുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ കുട്ടി പഠിക്കുന്നു. അപ്പൊ ഈ കുട്ടി എല്ലാം വീക്ഷിക്കും നമ്മുടെ. അപ്പൊ മനസ്സിലായത്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വയസ്സ് വരെ ഉമ്മയാണ് ശരി, 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ശരിയാരാ? ഉസ്താദ് ടീച്ചറുമാണ്. 8 വയസ്സ് മുതൽ ആ കുട്ടിക്ക് 13 വയസ്സ് വരെ ശരിയാരാന്ന് വെച്ചാൽ കൂട്ടുകാരും കൂട്ടുകാരികളുമാണ്. അപ്പൊ നമ്മുടെ കുട്ടിയെ അവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത്. നമ്മുടെ കുട്ടിയെ വിടുമ്പോൾ നമ്മൾ ആ കൂട്ടുകാരാരാന്ന് നോക്കണം. ആ കൂട്ടുകാരിൽ നിന്നാണ് നന്മയും തിന്മയും പഠിക്കുന്നത്. നന്മ പഠിക്കുന്നതിന് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ആരോഗ്യം ഒരാളിൽ നിന്ന് വേറൊരാളോട്ട് പകരത്തില്ല. പക്ഷെ രോഗം ഒരാളിൽ നിന്ന് എന്ത് ചെയ്യും? പകരും. മനസ്സിലായോ? അപ്പം നമുക്ക് നല്ല കുട്ടിയെ വേണമെങ്കിൽ നല്ല കൂട്ടുകാരെ കണ്ടെത്തണം. അപ്പൊ നല്ല കൂട്ടുകാരെ കണ്ടെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ നല്ല കുട്ടികളിൽ ഈ നന്മകൾ അവനിൽ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വീക്ഷിക്കണം. ഒരു കുട്ടിയെ ചുമ്മാതെ എവിടെയെങ്കിലും സ്കൂളിൽ വിട്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കൂട്ടുകാരായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.